ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തമിഴിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, മൈക്കിൽ ചാർജ് തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്ക് എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കുറേ പേർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, കുറേ പേർക്ക് ഭയങ്കര ടഫായിരിക്കും, കുറേ പേർക്ക് ഒരു മീഡിയം ലെവലൊക്കെ ആയിരിക്കും അല്ലേ. എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഗ്രാമർ ഒഴിച്ച് ഗൈസ്, ഈ ഒരു ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഇല്ലേ, അത് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഗ്രാമർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്. അപ്പം ഈ ഒരു ഗ്രാമർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു മൂഡ് ഓഫ് ആണ്. കാരണം അത്രക്ക് നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗ്രാമർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറേ പേർക്ക് ഗ്രാമറൊക്കെ ഈസി ആയിരിക്കാം, കുറേ പേർക്ക് ടഫൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാമർ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ ഇംഗ്ലീഷ് എങ്ങനെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് നല്ല മ്യൂസിക് ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ കേൾക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പലർക്കും പല പോലെ ആയിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല എന്നുള്ള ആ ഒരു റേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് എല്ലാത്തിൻ്റെയും ചാപ്റ്റർ ക്ലാസ്സസ് കേൾക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, സത്യമായിട്ട് പറയാണ്. അത് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ചാപ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കണം എന്നില്ലെങ്കിൽ സൈലം എക്സാമിനേഴ്സ് ഏജ് പോർട്ടിൽ മിനി മാരത്തോൺ ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ കേട്ടോ. സൈലത്തിൽ എന്തായാലും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലത്തിൽ എന്താ പറയുക, ഇംഗ്ലീഷ് മിനി മാരത്തോൺ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതിലെല്ലാ ചാപ്റ്റേഴ്സും അവരൊരു വീഡിയോ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു 3 hours 4 hours ഉണ്ടാവുള്ളൂ. അത് കണ്ടു നോക്കുക. അതാണ് ഇത്തിരി കൂടി ബെറ്റർ. കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല ടഫായിരിക്കും. അതുകൂടാതെ പഠിക്കാനുള്ള ടൈമേ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, ആ ഒരു മിനി മാരത്തോൺ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അത് ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. ഇപ്പം തന്നെ പോയി കാണാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ചാപ്റ്ററൊക്കെ മനസ്സിലാക്കിയെന്നുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോളാം. 5 കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിരിക്കുക. ലെറ്റർ, ഡയറി, അപ്രിസിയേഷൻ, പ്രൊഫൈൽ, ക്യാരക്ടർ സ്കെച്ച്. ഈ 5 എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും എന്ന് വെച്ചാൽ എന്തായാലും ചോദിക്കും. ഇംഗ്ലീഷ് 80 മാർക്സിലാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. അപ്രിസിയേഷൻ, പ്രൊഫൈൽ, ഡയറി, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം പഠിക്കാനായിട്ട് ഒട്ടും നടക്കുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പഠിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് മാക്സിമം പഠിക്കുക. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് അങ്ങനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ ലെങ്തിയോടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ ഗൈസ്, ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ എന്താ പറയുക പഠിച്ച് വരുമ്പോൾ ഓക്കെ ആയിരിക്കും, ഇങ്ങനെ എന്താ പറയുക ഭയങ്കര മൂഡിലിരിക്കും. പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഇനി ഇത് പഠിക്കണമല്ലോ, അങ്ങനെ ഒരു എന്താ പറയുക മടി വരും നമുക്ക് അല്ലേ, ഒരു മൂഡ് ഔട്ട് വരും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ പഠിക്കാനിരിക്കരുത്. ദൈവത്തോർത്ത് ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാനേ ഇരിക്കണ്ട. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചിരുന്ന് പഠിക്കാം കേട്ടോ. ആ ലാസ്റ്റ് ഇങ്ങനെ മൂഡ് ഔട്ട് വന്ന ആ ഒരു പാട്ടില്ലേ, ആ പാട്ട് നിങ്ങൾ രാവിലെ എണീച്ചിരുന്നിട്ട് പഠിച്ചു വെച്ചാൽ മതി. രാവിലെ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക നമുക്ക് ഓർമ്മ വരാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നതിന് ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നതിൽ ആ ലാസ്റ്റത്തെ പാർട്ട് മാത്രം, ബാക്കിയുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ ഞാൻ ചെയ്യുന്ന മണ്ടത്തരാണ് ഗൈസ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഒരു ടോട്ടലി ഹാപ്പി മൂഡിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ ഈ ഒരു ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയാം. ഗ്രാമർ നമ്മൾ എല്ലാവരും ഊഹിച്ചെഴുതുന്നതായിരിക്കും മാക്സിമം കൂടുതൽ. എന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് എന്ത് വരും എന്നൊരു ഊഹം. ആ ഊഹത്തിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം.
കൂടുതലും തെറ്റാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഗ്രാമർ എന്ന് പറയുന്ന പോലെയല്ല, ഭയങ്കര ടഫാണ് ഈ പ്രാവശ്യത്തെ ഗ്രാമർ. ഓൺ എക്സാമിന് നമ്മൾ കണ്ടത് കൊണ്ട് നമുക്കറിയാം ഒരു പേജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രാമർ ഉണ്ടായിരുന്നു. അപ്പോൾ ടൈം മാനേജ്മെന്റ് മാക്സിമം നിങ്ങൾ കറക്റ്റ് ആക്കുക. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിച്ചിട്ട് ഗ്രാമറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമർ. അതിൻ്റെ മാർക്ക് കൂടി കിട്ടിയാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്രാമറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, WHO ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അത് മറ്റേത് മറിച്ചത് ഫ്രേസൽ വെർബ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം അറിയണം എന്നുണ്ടെങ്കിൽ സൈലം എജുപോർട്ട് അല്ലെങ്കിൽ എക്സാമിനേഴ്സിൽ പോയിട്ട് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ 3 എണ്ണം പറയണത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. കുറേ പേര് എന്നോട് എന്താ പറയുക, എക്സാമിനേഴ്സ് നല്ലതാണല്ലോ, എജുപോർട്ട് കണ്ടിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി കാണാം. ഞാൻ സൈലാണ് കാണാറുള്ളത്, എനിക്ക് ഇഷ്ടമുള്ളത് സൈലമാണ്, അതുകൊണ്ട് ഞാൻ സൈലം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ സൈലത്തിൽ മിനി മാരത്തോൺ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ. അതിൽ ചിലപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല, കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. മലയാളം സെക്കൻഡിൻ്റെ കൂടി നമ്മൾ എന്താ പറയുക സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ആക്കും, അതുപോലെ റിവ്യൂസ് അപ്ലോഡ് ആക്കും. ലാസ്റ്റായിട്ട് നമ്മൾ ഓൾ എക്സാം റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റിവ്യൂ ഒക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇംഗ്ലീഷ് എക്സാമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.